എൻ്റെ വായനാനുഭവങ്ങളിൽ ഞാനിന്ന് പങ്കുവയ്ക്കുന്നത് അഷിത എന്ന സാഹിത്യകാരിയെക്കുറിച്ചാണ്. അഷിതയുടെ സാഹിത്യലോകം. ആധുനിക തലമുറയിലെ സ്ത്രീപക്ഷ എഴുത്തുകാരിൽ പ്രമുഖയായ അഷിത 1956 ഏപ്രിൽ 5 തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ജനിച്ചു. അച്ഛൻ KB നായർ, അമ്മ തങ്കമണി അമ്മ. ഡൽഹിയിലും ബോംബെയിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എറണാകുളം മഹാരാജാസിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. അഷിത എന്ന പേരിൻ്റെ അർത്ഥം യമുനാ നദി, പ്രത്യാശ, വെളിച്ചം എന്നെല്ലാമാണ്. കഥ, കവിത, നോവലറ്റ്, പരിഭാഷകൾ, ബാലസാഹിത്യം എന്നീ വിഭാഗങ്ങളിലായി 20-ലധികം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ അഷിതയുടെ മയിൽപ്പീൽ സ്പർശം എന്ന കഥ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അഷിത ചെറുപ്പം മുതൽ എഴുതി തുടങ്ങിയെങ്കിലും അച്ഛനും അമ്മയും തൻ്റെ എഴുത്ത് ഒരു രോഗമായിട്ടാണ് കണ്ടതെന്ന് അഷിത ഒരഭിമുഖത്തിൽ പിന്നീട് പറയുകയുണ്ടായി. അച്ഛനും അമ്മയും പിന്തുണയ്ക്കാത്തതിനാൽ എന്നും കുറ്റബോധത്തോടെ മാത്രം എഴുതേണ്ടി വന്ന എഴുത്തുകാരിയായി താനെന്നും പറഞ്ഞിട്ടുണ്ട്. ലളിതവും സൗമ്യവുമായ സത്യങ്ങളാണ് അഷിതയുടെ കഥകൾ. നടക്കുംതോറും കൂടുതൽ ഏകാന്തവും വിജനവുമാകുന്ന കഥാവീഥികളിലൂടെയാണ് ഈ എഴുത്തുകാരിയുടെ യാത്രകൾ. തനിക്കു മാത്രം സ്വായത്തമായ മാന്ത്രിക ശൈലിയിൽ മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളും വേവലാതികളും ഹൃദയസ്പർശിയായി അഷിത അവതരിപ്പിക്കുന്നു. അവ ചൊരിയുന്ന പ്രത്യാശയുടെ പ്രകാശനാളങ്ങൾ വായനക്കാരുടെ ഹൃദയചക്രവാളങ്ങളെ തേജോമയമാക്കുന്നു. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണവും ആഖ്യാനത്തിലെ നൈർമല്യവും സവിശേഷതകളായുള്ള ഈ കഥകൾ വായനക്കാർക്ക് നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. ഹൃദയത്തിൻ്റെ വാക്കുകൾ സ്നേഹത്തിൻ്റെ ഭാഷയാൽ ലോകത്തെ ചുംബിക്കുന്ന നീലാക്ഷര ശലഭങ്ങളാണ് അഷിതയുടെ കത്തുകൾ. ഹൃദയത്തെ തൊട്ടു വിളിക്കുന്ന ഇവയിൽ മഴയും വെയിലും ചൂടുമുണ്ട്. ആരുടെയോ അദൃശ്യ സാന്നിധ്യവുമുണ്ട്. നടന്നുപോയ കാലടിപ്പാടുകളുമുണ്ട്. ഇവയിൽ ഇല കൊഴിയുകയും തളിർക്കുകയും ചെയ്യുന്നു. അഷിതയുടെ പരിഭ്രമിക്കുന്ന ഒറ്റപ്പെടലും നോവും കണ്ണുനീരും വിടർന്ന ചിരിയും എല്ലാം ഈ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു. അഷിതയുടെ കൃതികൾ: വിസ്മയചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, ഒരു സ്ത്രീയും പറയാത്തത്, അഷിതയുടെ കഥകൾ, നിലാവിൻ്റെ നാട്ടിൽ, കല്ലുവച്ച നുണകൾ, മഴമേഘങ്ങൾ, തഥാഗത, അഷിതയുടെ കത്തുകൾ, വിവാഹം ഒരു സ്ത്രീയോട് ചെയ്യുന്നത്, മയിൽപ്പീൽ സ്പർശം, നോവലറ്റുകളുടെ സമാഹാരം, പുഷ്കിൻ കവിതകളുടെ വിവർത്തനം, പദവിന്യാസങ്ങൾ, ശിവേന സഹനർത്തനം, രാമായണം കുട്ടികൾക്ക്, ഭാഗവതം കുട്ടികൾക്ക്, മീരാഭജനുകൾ, താവോ തേച്ചിങ്, റൂമി പറഞ്ഞ കഥകൾ, ബാലസാഹിത്യകൃതികൾ ഇവയാണ്. അഷിതയ്ക്ക് ലഭിച്ച പുരസ്കാരങ്ങൾ: 2015 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 1986 ഇടശ്ശേരി പുരസ്കാരം, 1994 ലളിതാംബിക അന്തർജൻ അവാർഡ്, 2000 പത്മരാജൻ പുരസ്കാരം. ഇതുകൂടാതെ അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ബഷീർ പുരസ്കാരം ഇവയും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പ്രിയ കഥാകാരിയായ അഷിത കഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവുമായി നടത്തിയ സംഭാഷണങ്ങളാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അത് ഞാനായിരുന്നു എന്ന പുസ്തകം. നിസ്സഹായവും അവഗണിക്കപ്പെട്ടതുമായ ബാല്യകൗമാരങ്ങളും സംഘർഷപൂർണമായ യൗവനവും തൻ്റെ രചനാ വഴികളെ രൂപപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് കഥാകാരി ഇതിൽ പറയുന്നു. ആത്മസംഘർഷങ്ങളിൽ കനൽ പോലെ നീറിയെരിഞ്ഞും വേദനിച്ചും ഒരെഴുത്തുകാരി സർഗാത്മകത കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചതെങ്ങനെയാണെന്ന് വെളിപ്പെടുത്തുന്ന കഥനങ്ങളാണിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഷിതയുടെ എഴുത്തു ജീവിതം പിന്തുടരുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇടയ്ക്കിടെ മുറിഞ്ഞും മൗനം പാലിച്ചും ഏറെ ധ്വനിപ്പിച്ചും നിശബ്ദതയിലൂടെയുള്ള പ്രയാണമാണിത്. അസാധാരണമായ മൗനത്തിൻ്റെ ഊറ്റം കൊള്ളുന്ന കഥകളും
ദൃശ്യാനുഭവങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഓരോ മനസ്സും ഉള്ളടക്കുന്ന വികാരലോകം എത്രമാത്രം ഏകാന്തവും തീക്ഷ്ണവുമാണെന്ന് അഷിതയുടെ ഓരോ കഥയും പറയുന്നു. ഒറ്റയ്ക്കാവുന്നതിൽ കൗതുകവും രസവും തേടുന്ന ഒരുവളെ കഥയിലെമ്പാടും കാണാം. കഥയെന്ന ഒറ്റയടിപ്പാതയിലൂടെയുള്ള ഏകാന്ത യാത്രയിൽ മൗനത്തിൽ ഉറഞ്ഞുപോയ സ്ത്രീ അവസ്ഥകളിൽ, മൺതരിയോളം സാന്ദ്രമായ ബന്ധങ്ങളിൽ എഴുത്തുകാരിയുടെ കയ്യൊപ്പുണ്ട്. ഓരോ സ്ത്രീയുടെയും മനോലോകം ഒരു വിസ്മയ ചിഹ്നമായി അടയാളപ്പെടുത്തുന്നു. ഓരോ സ്ത്രീയെയും സ്വതന്ത്രമായ ഒരു അസ്തിത്വമായി കണക്കാക്കുന്നു. ഒട്ടേറെ സ്ത്രീ മനസ്സുകളുടെ അമ്പരപ്പിക്കുന്ന വിന്യാസങ്ങൾ കഥകളിൽ കാണാം. സമൂഹം, കുടുംബം എന്നീ നിലകളിൽ നിന്ന് സ്ത്രീ സത്തയിലേക്കുള്ള സഞ്ചാരം സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കുള്ള അന്വേഷണമാണ്. സ്ത്രീയുടെ ഏകാന്തതയിൽ കലമ്പലുമായി എത്തുന്നത് അവളുടെ വൈകാരികതയിൽ ഇടപെടുന്ന രണ്ടുപേരാണ്. ഒന്ന്, തൻ്റെ അസ്തിത്വത്തിൻ്റെ വികാര വിചാരങ്ങളെ നീട്ടലായി മക്കളെ കാണുകയും തൻ്റെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെ കയറ്റിറക്കം നടത്തുകയും ചെയ്യുന്ന ഒരമ്മയുടെ സാന്നിധ്യം. രണ്ടാമത്തേത്, ദാമ്പത്യത്തിൻ്റെ വിരസതകളിൽ കടന്നു വരുന്ന മറ്റൊരാളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഭാര്യയുടെ നിഗൂഢനില. കുടുംബത്തിനുള്ളിൽ സ്വതന്ത്രമായ ഒരു നില സൃഷ്ടിച്ചെടുക്കുകയും അതിൽ ആഹ്ലാദിക്കുകയും സ്വകാര്യതയിൽ അഭിരമിക്കുകയും ചെയ്യുന്ന പെണ്ണവസ്ഥകൾ അഷിത നിർമ്മിക്കുന്നുണ്ട്. കുടുംബിനി, ഭാര്യ, വിവാഹിത എന്നിവയ്ക്ക് സമാന്തരമായി പെൺകുട്ടിയും ഒരു സവിശേഷ പ്രതിനിധാനമാണ്. ദാമ്പത്യത്തിൽ അകപ്പെട്ടു പോകുന്ന സ്ത്രീ പുരുഷന്മാരുടെ ജീവിതത്തെ അങ്ങേയറ്റം നിസ്സംഗതയോടെ നോക്കിക്കാണുന്നവയാണ് അഷിതയുടെ കഥകൾ. രണ്ടുപേർ ദാമ്പത്യത്തെ എങ്ങനെ വിദഗ്ധമായ ഒരു കളിയാക്കി മാറ്റുന്നു എന്ന തീക്ഷ്ണമായ നോട്ടത്തിനൊപ്പം കഠിനമായൊരു നിസ്സംഗത ദാമ്പത്യത്തിനുള്ളിൽ കാണാം. ഓരോ വാക്കും ജീവിതമെന്ന വലിയ കളിയുടെ നേർക്ക് മൂർച്ചയോടെ ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങളാണ് ഈ കഥകൾ നൽകുന്നത്. ബന്ധങ്ങൾ വൈകാരികവും ഒപ്പം നീരസത്തിൻ്റെ നൂൽപ്പാലങ്ങളിൽ വഴുതുന്നവയുമാണ്. അഷിതയുടെ ഉദ്ധരണികൾ: ഉറ്റ സുഹൃത്ത് മാത്രമായിരുന്നു, പിന്നെ ഇപ്പോഴറിയുന്നു എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും അനുരാഗത്തിൻ്റെ തീവ്ര പരിവേഷമുണ്ടെന്ന്. ചില ദിവസങ്ങൾ ആർത്തു വിളിച്ചു പൂക്കുന്നു, ചിലവ മൂകമായി കൊഴിഞ്ഞു വീഴുന്നു. ജീവിതത്തിനും ഋതു സഹജം. വാക്കുകൾ നമ്മോട് സംവദിക്കുക മാത്രം ചെയ്യുന്നു, നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് സംവദിക്കാനാവാത്തത് മൗനം നമ്മെ പഠിപ്പിക്കുന്നു. സാരമില്ല കുട്ടി, ഒരു സമയത്ത് തന്നെ രണ്ടുപേരെ ഒരുപോലെ സ്നേഹിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. സത്യമായിട്ടും ആരുമില്ലാത്തവർ വച്ചു നീട്ടുന്ന നാരങ്ങാ മിഠായികളിൽ തന്നെയാണ് ജീവിതത്തിൻ്റെ മാധുര്യമിരിക്കുന്നത്. സ്നേഹത്തിൽ നിന്നല്ലാതെ കുഞ്ഞുങ്ങൾ ജനിച്ചാൽ അവരിതുപോലെ എന്നെപ്പോലെ ലോകം മുഴുവൻ സ്നേഹത്തിനായി പരതി നടക്കും. ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്ന അഷിത 63-ാം പിറന്നാളിന് ഒരാഴ്ച ബാക്കി നിൽക്കെ 2019 മാർച്ച് 27-ന് അന്തരിച്ചു. മരണശേഷമാണ് ഈ സാഹിത്യകാരി കൂടുതൽ ശ്രദ്ധേയയായത്. സ്ത്രീപക്ഷ എഴുത്തുകാരിൽ പ്രമുഖയായ അഷിതയുടെ ജൈത്രയാത്ര ഇന്നും തുടരുന്നു. നന്ദി.